പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മുടെ കഴിഞ്ഞ സ്നേക് മാസ്റ്റർ ഭാഗങ്ങളെല്ലാം നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ എൻ്റെ വീടിനടുത്ത്, ശ്രീയാടിന് അടുത്ത് തന്നെയാണ്. കാരണം ഇവിടെ ഒരു സാറിൻ്റെ വീടിൻ്റെ മുന്നിൽ അദ്ദേഹം ഓഫീസിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ സൈഡിൽ കാട്ടിനകത്ത് എന്തോ 2 പാമ്പുകൾ ചുറ്റി പെനയുന്ന കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഓഫീസിൽ പോകേണ്ടതുള്ള എന്നെ വിളിച്ച് ഞാൻ എൻ്റെ സ്ഥലത്തുണ്ടെങ്കിൽ നോക്കാൻ പറഞ്ഞു. എന്തായാലും ഞാൻ ഭാഗ്യം പോലെ ഞാനും കൗമുദി ടീമും സ്ഥലത്തുണ്ട്. അദ്ദേഹം എന്തായാലും പോയി കഴിഞ്ഞു. അദ്ദേഹത്തിന് പാമ്പിനെ പേടിയൊന്നുമില്ല. കാരണം ഇവിടെ 3-4 ഏക്കർ സ്ഥലം അവർക്കുണ്ട്. ആ പറമ്പിൽ ഒത്തിരി പാമ്പുണ്ട്. അവരൊന്നിനെയും ഉപദ്രവിക്കുന്നത്. ഇവിടെ മരപ്പട്ടിയും അങ്ങനെയുള്ള ജീവികളൊക്കെ ഒത്തിരി ഉള്ളതാണ്. അവർ സുഖമായി ജീവിക്കുന്നു. എന്തായാലും നമ്മൾ ആ സ്ഥലത്തെത്തി. നമുക്ക് ഈ വീട്ടിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് സമയം കളയാനല്ല, നമുക്ക് ആ സ്ഥലത്തേക്ക് പോയി നോക്കാം ആ അതിഥികൾ എവിടെയാണ് കിടക്കുന്നത്. എന്തായാലും നമ്മുടെ അതിഥിയെ ഈ അദ്ദേഹം സാറ് പറഞ്ഞ സ്ഥലം ഈ ഗേറ്റിന്റെ പുറത്താണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇവിടെയൊന്നും കാണുന്നില്ല. നല്ലതായിട്ട് ചപ്പ് പുല്ല് വളർന്ന് കിടപ്പുണ്ട്. നമുക്ക് ഇനിയും കുറച്ച് ഭാഗങ്ങളിൽ നോക്കാം. നമുക്ക് ആ അതിഥിയെ, നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടാനായിരിക്കുന്ന അതിഥിയെ നമുക്കൊന്ന് നോക്കാം. എന്തായാലും എനിക്ക് ഉറപ്പായി അദ്ദേഹം ഇവിടെ കാണുന്നു. കാരണം ഈ പുല്ലൊക്കെ ഇപ്പോൾ നവംബർ ഡിസംബർ മാസം അണലിയുടെയും മുറുക്കിൻ്റെയും ഇണയച്ചുള്ള മാസമാണെന്ന് പറഞ്ഞപ്പോൾ ഇതതിൻ്റെ ലാസ്റ്റ് സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചപ്പൊക്കെ, ഈ പുല്ലൊക്കെ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നു. അപ്പോൾ മിക്കവാറും മാറ്റിങ് ആയിരിക്കും. നമുക്ക് എന്തായാലും സമയം കളയണ്ട, നോക്കാം. നമുക്ക് അതിഥി ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. നമുക്ക് എന്തായാലും തപ്പിയെടുക്കാം. നമ്മളെന്തായാലും രണ്ട് അതിഥികളെ കണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞു. എന്തായാലും നമുക്ക് ഒന്നിനെ കാണാൻ കഴിയും. അദ്ദേഹം ഈ ചപ്പിൽ കൂടി ഈ കാട്ടിനകത്തൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് പേര് നമുക്ക് ശേഷം നോക്കാൻ രണ്ടുപേരെയും കാണുന്നത് അടുത്തടുത്തവർ 2 പേരും അടുത്തൂടി ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. 2 പേരും 2 പേരും എന്തായാലും ഒരു അതിഥിയെ നമ്മൾ പിടികൂടി. ഇദ്ദേഹം ഫീമെയിൽ പെണ്ണണലിയാണ്. അവരുടെ മാറ്റിംഗ് കഴിഞ്ഞതിന് ലക്ഷം എനിക്ക് തോന്നുന്നത് 2 ദിവസം 3 ദിവസമായി കാണും മാറ്റിംഗ് കഴിഞ്ഞിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ മാളം കിട്ടാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ നല്ല പ്രതലം അല്ലെങ്കിൽ ചപ്പ് കയറി കിടന്ന സ്ഥലമായതുകൊണ്ടായിരിക്കാം അത് പോകാതെ ഇവിടെ തന്നെ കിടന്നത്. കാരണം ഒന്ന്, രണ്ടാമത്തെ മറ്റൊരു കാര്യം, ഇവിടെ ഒരുപാട് കാട് കയറി കിടന്ന സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പോകാൻ. നമുക്ക് എന്തായാലും ഈ അതിഥിയെ ചാക്കിലാക്കാം. അതിനുശേഷം 2 പേരെയും ഒരുമിച്ച് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാം. ആ 2 അതിഥികളിൽ ഒരാളിനെ പിടികൂടി,
അടുത്ത അതിഥി ഇവിടെ ഈ ഒരു ചെടിയുടെ മൂട്ടിൽ അങ്ങനെ ചുറ്റിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ആ അതിഥിയെ കൂടി പിടിച്ച് ചാക്കിലാക്കിയിട്ട് രണ്ടുപേരെ ഒരുമിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടും. എന്തായാലും നമ്മുടെ അതിഥിയെ ഇനി അങ്ങോട്ട് കടത്തി വിട്ട് നമുക്ക് അതിഥിയെ എടുക്കാം. എന്തായാലും നമ്മുടെ രണ്ടാമത്തെ അതിഥി നമ്മൾ പിടികൂടി. മെയിലും ഫീമെയിലും, പെണ്ണും ആണുമാണ് രണ്ടുപേരും. മാറ്റിംഗ് സമയം, അവരുടെ മാറ്റിംഗ് ആയിരുന്നു. മാറ്റിംഗ് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 2 ദിവസം കഴിഞ്ഞു. കാരണം മാറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അവർ പോകാതിരുന്നത് ഇവിടെ അവർക്ക് വസിക്കാൻ പറ്റിയ താവളമോ അല്ലെങ്കിൽ മാളമോ കാണാത്തതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് നമ്മുടെ ദൗത്യം നിറവേറ്റാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ദൗത്യം വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തെ, നമ്മുടെ അതിഥിയെ, നമ്മുടെ അണലി ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അതിഥിയെ നമ്മൾ പിടികൂടി. തെറ്റി. ആദ്യം പിടിച്ചത് മെയിലും ഇത് ഫീമെയിലുമാണ്. ആദ്യം പിടിച്ചത് ആണും, രണ്ടാമത്തെ ഇത് പെണ്ണുമാണ്. മാറ്റിംഗ് കഴിഞ്ഞ് നല്ല ഇതായിട്ട് നല്ല ദിവസം 2-3 ദിവസമായി കാണും മാറ്റിംഗ് കഴിഞ്ഞിട്ട്. ഇവരെ നമ്മൾ എന്തായാലും അധികം ശല്യപ്പെടുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പാമ്പുകളുടെ മാറ്റിംഗ് കഴിഞ്ഞാൽ അത് പിന്നെ അധികം സ്പീഡിൽ മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ വയറ്റിൽ ഇത് റെഡി ആകുമ്പോഴത്തേക്ക് മാറ്റിംഗ് കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മുട്ട ഫോം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവരെ ശല്യപ്പെടുത്തുമ്പോൾ ആ മുട്ടയ്ക്ക് കുലുക്കം ഉണ്ടാവുകയും കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ചില വയറ്റിനകത്ത് തന്നെ കുഞ്ഞുങ്ങൾ മരണപ്പെടാനും സാധ്യതയുണ്ട്. എന്തായാലും ഇതാണ് ഇന്ത്യയിൽ രണ്ടാമത്തെ അളവിൽ കൂടുതൽ ഔഷധം കടിക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്ന അണലി അഥവാ ചേനത്തണ്ടൻ അഥവാ വട്ടക്കൂറ എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി 2 അതിഥികളെ ഒരുമിച്ച് പരിചയപ്പെടുത്താം. ആദ്യം നമ്മൾ ചാക്കിലാക്കിയ അണലിയെ, പെണ്ണെന്നാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത്, പക്ഷെ പെണ്ണല്ല, അതാണാണ്. ഇതാണ് ഫീമെയിൽ പെണ്ണ്. ആ അണലിയെ കൂടി നമ്മുടെ കരങ്ങൾ ഞാൻ എൻ്റെ കയ്യിലെടുത്തിട്ട് നമ്മുടെ സ്നേക് മാസ്റ്റർ ടീം അന്ന് പകർത്താൻ ശ്രമിക്കുന്നു. ഇത് ഏറ്റവും റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. കാരണം 2 മാറ്റിംഗ് നടന്നുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരെപ്പോഴും ശരീരം നല്ല ടയർഡായിരിക്കും. അപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് എടുക്കുക ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് ശ്രമിക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർ അത്രയ്ക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ സ്നേക് മാസ്റ്റർ ടീം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ദൗത്യം, സ്നേക് മാസ്റ്റർ ടീമിന്റെ ഇന്നത്തെ ആദ്യത്തെ ദൗത്യം 100% വിജയിച്ചു. കാരണം ഒരു ഈ പാമ്പുകൾ റോഡ് സൈഡിൽ വഴി സൈഡിൽ മാറ്റിംഗ് നടക്കുന്നു, അല്ലെങ്കിൽ 2 പാമ്പുകൾ ഇണചേരുന്നു, അല്ലെങ്കിൽ 2 പാമ്പ് ചുറ്റിപ്പനയുന്നു എന്ന് പറഞ്ഞായിരുന്നു. എന്തായാലും നമ്മൾ അദ്ദേഹം അങ്ങ് പോവുകയും, അദ്ദേഹം പോയിട്ടാണെങ്കിൽ നമ്മൾ വൈകിട്ടാണെങ്കിലും കുറച്ച് അല്പം വൈകിയെങ്കിലും സ്നേക് മാസ്റ്റർ ടീം എത്തി. അത് നമ്മളവിടെ തേടി ആ ചപ്പിനകത്തുനിന്ന് തന്നെ, അദ്ദേഹം പറഞ്ഞ ഏരിയയിൽ ആ ചപ്പിനകത്തുനിന്ന് തന്നെ നമുക്ക് 2 അതിഥികളെയും പിടികൂടാൻ കഴിഞ്ഞു. എൻ്റെ വലത്തെ കയ്യിലിരിക്കുന്നത് മെയിലും എൻ്റെ ഇടതുവശത്തെ കയ്യിൽ ഇരിക്കുന്നത് ഫീമെയിലുമാണ്. കണ്ടു കഴിഞ്ഞാൽ പക്ഷേ രണ്ടുപേരുടെയും തല ഒരുപോലെ, ചുണ്ട് ഒരുപോലെ കൂർത്തിരിക്കുന്നു. ഇത് നമ്മുടെ ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന, അണലി എന്നറിയപ്പെടുന്ന, റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന അതിഥികളാണ് ഇവർ രണ്ടുപേരും. ഇവരുടെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഇന്ത്യയിൽ ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്ന പാമ്പുകളിൽപ്പെട്ട ആളാണ് ഇവർ. രാജവെമ്പാല കഴിഞ്ഞാൽ ഏറ്റവും അപകടകാരി എന്നറിയപ്പെടുന്ന അണലി വർഗ്ഗമാണ്. ഇവയ്ക്ക് ഏത് ദിശയിലേക്കും ചാടി കടിക്കാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ വയറ്റിലോ തുടയിലോ ഒക്കെ ചാടി കടിക്കാം. അത് കാരണം ഇത് 2 അടിയോളം അകലം മാത്രമേ എൻ്റെ ശരീരവും ഇവരും തമ്മിലുള്ളൂ. ഈ 2 അടിയോളം നീളത്തിൽ അവർക്ക് നല്ല ഇതായിട്ട്, നല്ല പ്രഷർ ചെയ്ത്, അല്ലെങ്കിൽ നല്ല സഡനായിട്ട് അവർക്ക് എത്തി കടിക്കാൻ. അതിനുള്ള ശ്രമമാണ് നമ്മുടെ മെയിൽ അണലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. റസൽസ് വൈപ്പർ എന്നറിയപ്പെടുന്ന, ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന അതിഥി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോക്കുക, 2 പേരും കാണുക. നിങ്ങൾ എപ്പോഴും ഐഡന്റിഫിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അറിയേണ്ട ഒരു കാര്യം, ഇവരുടെ 2 പേരും ഇവിടെ ശരീരം കണ്ടാൽ അറിയാം. ചേനയുടെ തണ്ടിലുള്ള വട്ടപ്പാടുകളാണ് ഇവിടെ ശരീരത്തിൽ കണ്ടുവരുന്നത്. ഫീമെയിൽ ചട്ട പൊഴിച്ചിട്ടാണ് ഇണചേർന്നിരിക്കുന്നത്. മെയിൽ ചട്ട പൊഴിച്ചിട്ടില്ല. ചട്ട പൊഴിച്ചിട്ട് ഇണചേർന്നതിന് ശേഷം ചട്ട പൊഴിക്കുന്നു. ഇതിപ്പം ഫീമെയിൽ ചട്ട പൊഴിച്ചതിന് ശേഷം ഇണചേർന്നിരിക്കുകയാണ്. അതാണ് നല്ല സൗന്ദര്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ അവർ 2 പേരും ഇണയായതുകൊണ്ട് അവരുടെ ആ ഒരു മാറ്റിംഗ് കഴിഞ്ഞുവെങ്കിൽ തന്നെയും ഒരുമിച്ച് നമ്മളവരെ വെച്ചപ്പെടുത്തിക്കുക. അവരുടെ നാക്കുകൊണ്ട് അവർ നല്ല സെൻസ് ചെയ്യുകയാണ്. ഒന്ന്, അവർ തമ്മിലുള്ള പരസ്പര കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, നന്നായിട്ട് മറ്റ് പാമ്പുകളെ പോലെയല്ല.
മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിൽ ഇപ്പോൾ അടിയിലാണ്, ഫീമെയിൽ മുകളിലാണ്. അതുപോലെ ഫീമെയിലിനൊരു പ്രത്യേകത കാണുന്നുണ്ട്, ഫീമെയിലിന് അടുത്ത് കടിക്കാനുള്ള ടെൻഡൻസി കാണുന്നുണ്ട്. കാരണം ഫീമെയിൽ കവിള് വീർപ്പിക്കുന്നു. കവിള് വീർപ്പിക്കുക എന്നാൽ അടുത്ത് കടിക്കാൻ വേണ്ടി ഗ്ലാൻഡിന് അനക്കം വെക്കുകയാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഉള്ള സ്നേക് മാസ്റ്ററിന്റെ യാത്ര നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് വ്യത്യസ്തരെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. ഇവർ തമ്മിൽ കടിച്ചുമ്പോൾ വേറെ അപകടമൊന്നും ഉണ്ടാവില്ല. അവരുടെ വെനം അവരുടെ വയറ്റിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാകുന്നില്ല. ഇവർക്ക് അവർ തമ്മിൽ കടിക്കുമ്പോൾ വലിയ പലയുണ്ട്, വെനം നേരെ വയറ്റിലേക്കേ പോകത്തുള്ളൂ. അത് ഇവർക്ക് മരണത്തിലേക്ക് കാരണമാക്കുന്നില്ല. ഇത് റസൽസ് വൈപ്പർ തന്നെയാണ്, ചേനത്തണ്ടാണ്. രക്തയണലി എന്ന് നമ്മുടെ പൂർവികർ വിളിക്കുന്ന രക്തധമനികളെ ബാധിക്കുന്ന ഔഷധം കടിക്കുന്ന പാമ്പ് ആണ് ഇവര്. അതുമാത്രമല്ല മറ്റൊരു പ്രത്യേകത, ഇവര് കഴിഞ്ഞ നമ്മൾ ഈ പാമ്പിനെ പിടിച്ച സ്ഥലത്ത് ഒരു 15 വർഷങ്ങൾക്ക് മുന്നേ ഒരാൾ തേങ്ങ ഇടാനായിട്ട് തേങ്ങ അടത്താൻ വന്നപ്പോൾ തേങ്ങ പിറക്കാനൊക്കെ ശേഖരിക്കാനായി വന്ന ഒരാളിനെ ഇതിന്റെ അപ്പുറത്ത് വെച്ച് അണലിയുടെ കടിയേറ്റു. 2-3 മാസം അദ്ദേഹം മെഡിക്കൽ ട്രീറ്റ്മെന്റിലുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹത്തിന്റെ അവസ്ഥ ഒരു ഓർമ്മയില്ലാത്ത ഒരവസ്ഥയാണ്. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞുവെങ്കിലും പക്ഷേ അതിൽ പെട്ട ഏതെങ്കിലും അദ്ദേഹത്തിനെ കടിച്ച അതിഥിയാണോ ഇദ്ദേഹം എന്ന് എനിക്കറിയില്ല. കാരണം ആ പാമ്പിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം അവിടെ ഒരുപാട് പാമ്പ് അണലിയൊക്കെ ഉള്ള സ്ഥലമാണ് ഇദ്ദേഹം. അതുപോലെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ എൻ്റെ വീടിനടുത്ത് തന്നെ ഒരു 35 വർഷങ്ങൾക്ക് മുന്നേ അണലിയുടെ കടിയേറ്റ് പാലക്കാട് ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിൽ CTCRI സെൻട്രൽ ട്യൂബർ കോർപ്പസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് കിഴങ്ങ് ഗവേഷണ കേന്ദ്രത്തിൽ ജോലിക്കായി ഫാമിലിയായിട്ട് വന്ന് താമസിച്ചിരുന്ന ശ്രീമാൻ ഗോപാലകൃഷ്ണൻ നായർ അവർ രാത്രി അതിൽ സഞ്ചരിക്കുമ്പോൾ ഒരണലിയുടെ കടിയേറ്റ് അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒട്ടനവധി അണലി ഉള്ള ഒരു മേഖലയാണ്. എല്ലാ സ്ഥലത്തും തിരുവനന്തപുരം സിറ്റിക്കകത്ത് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് എല്ലാ സ്ഥലത്തും അണലികളില്ല. സിറ്റിക്കകത്ത് അണലിയുടെ സാന്നിധ്യം കുറവാണ്. ഇപ്പം ഞങ്ങളുടെ ഈ സ്ഥലവും സിറ്റി ആയിരിക്കുകയാണ്. പക്ഷെ എന്നാലും അണലി കുറഞ്ഞില്ല. മറ്റ് നമ്മുടെ നമ്മുടെ തിരുവനന്തപുരം സിറ്റി തമ്പാനൂർ ആ മേഖലയിലേക്കാണ്, കരമന ജഗതി ആ മേഖലയിൽ അണലിയില്ല. ഇവിടെ ഈ മേഖല റൂറൽ ഏരിയയിൽ അണലി ധാരാളമായി കണ്ടുവരുന്നു. പ്രസവിക്കുന്ന പാമ്പാണ് ഇദ്ദേഹം. ഇപ്പം നവംബർ ഡിസംബറിൽ ഇണചേരുന്നെങ്കിലും ജനുവരി ഫെബ്രുവരി ആകുമ്പോൾ ഇവരുടെ വയറ്റിനകത്ത് മുട്ട തയ്യാറാവുകയും ഫെബ്രുവരി കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഇവർ കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്. എന്തായാലും പ്രസവിക്കുക എന്നാൽ മുലയൂട്ടണം, പ്രസവിക്കുകയല്ല, മുട്ട തന്നെയാണ് അണലിയുടെ വയറ്റിൽ തയ്യാറാവുന്നത്. മുട്ട വയറ്റിനകത്ത് വെച്ച് പൊട്ടി കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് പ്രസവിക്കുന്ന പാമ്പ് എന്ന് ഇവരെ അറിയപ്പെടുന്നത്. കേരളത്തിൽ പാമ്പ് കടിയേറ്റ് മരിക്കുന്നവരിൽ ഭൂരിഭാഗവും അണലിയുടെ കടിയേറ്റാണ് മരിക്കുന്നത്. പല പേരുകളിൽ ഇവ അറിയപ്പെടുന്നു. വള്ളുവനാട് പ്രദേശങ്ങളിൽ വട്ടക്കൂറ എന്നും ചേനത്തണ്ടൻ മണ്ഡലി, രുധിരമണ്ഡലി, മഞ്ചട്ടി എന്നീ പേരുകളിലും അണലി അറിയപ്പെടുന്നു. നീളം കുറഞ്ഞ് വണ്ണമുള്ള ശരീരമാണ് ഇവയുടേത്. ഫണമില്ല എന്നതാണ് ഇവയുടെ പ്രത്യേകത. അണലിയുടെ ശരീരം തവിട്ട് നിറത്തിലും തല ത്രികോണാകൃതിയിലുമാണ് കാണപ്പെടുന്നത്. അണലി വർഗത്തിൽപ്പെട്ട പാമ്പുകളിൽ ആൺപാമ്പുകളുടെ വാല് നീളം കൂടിയതും പെൺപാമ്പുകളുടേത് നീളം കുറഞ്ഞതുമായി കാണപ്പെടുന്നു. രാത്രികാലങ്ങളിലാണ് ഇവ അധികമായും ഇര തേടി ഇറങ്ങുന്നത്. ഇവ പ്രധാനമായും ഭക്ഷിക്കുന്നത് എലികൾ, അണ്ണാൻ, പല്ലികൾ, ഓന്തുകൾ, ചെറിയ പറവകൾ, തവളകൾ എന്നിവയൊക്കെയാണ്. എത്ര ഉച്ചത്തിലുള്ള ബഹളം കേട്ടാലും അവ വളരെ സാവധാനത്തിൽ മാത്രമേ നീങ്ങുകയുള്ളൂ. ഏകദേശം 1 മീറ്റർ നീളത്തിൽ വളരുന്ന അണലികൾ ശത്രുക്കളെ വിരട്ടുന്നതിനായി ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. അണലിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായ വലിയ വിഷപ്പല്ലുകൾ ഇവയ്ക്കുണ്ട്. ഈ ഇനം പാമ്പുകളുടെ പല്ലുകൾക്ക് നല്ല നീളവുമുണ്ട്.
അകത്തേക്ക് അല്പം വളഞ്ഞ വിഷപ്പല്ലുകൾ വായടയ്ക്കുമ്പോൾ മോണയുടെ ഉള്ളിലേക്ക് മടങ്ങിയാണ് ഇരിക്കാറ്. അതിനാൽ ഇവയ്ക്ക് ഇരകളെ നിഷ്പ്രയാസം വിഷം കുത്തിവെച്ച് കൊല്ലാൻ സാധിക്കുന്നു. അണലിയുടെ വിഷം വളരെയധികം ശക്തിയേറിയതാണ്. ഒരൊറ്റ കടിയാൽ തന്നെ 2 മനുഷ്യരെ കൊല്ലാനുള്ള വിഷമാണ് ഇവ കുത്തിവെക്കുന്നത്. അതുപോലെ തന്നെ ഇവയ്ക്ക് വളരെ വേഗത്തിൽ ചാടിക്കടിക്കുവാനുള്ള കഴിവുമുണ്ട്. അണലിയുടെ വിഷം മനുഷ്യന്റെ ശരീരത്തിലെ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീമോടോക്സിക് എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. അണലിയുടെ കടിയേറ്റ ഭാഗത്ത് വേദനയും വീക്കവും ഉണ്ടാകും. അവയുടെ വിഷം രക്തത്തിൽ സത്വരം വ്യാപിക്കുന്നതിനാൽ ശ്വേതരക്താണുക്കൾ നശിച്ചു പോവുകയും രക്തസഞ്ചാരം കുറയുകയും ചെയ്യുന്നു. ഇതുമൂലം വയറുവേദന, ശ്വാസതടസ്സം, ബോധക്ഷയം, രോമകൂപങ്ങളിലൂടെ രക്തം പൊടിയുക മുതലായവ സംഭവിക്കുന്നു. ഇവയുടെ വിഷം വൃക്കയുടെ പ്രവർത്തനത്തെയും ബാധിക്കും. അതിനാൽ ഇവയുടെ കടിയേറ്റാൽ ഉടനടി ചികിത്സ ലഭ്യമാക്കേണ്ടതാണ്, അല്ലെങ്കിൽ മരണം സംഭവിക്കും. മറ്റു പാമ്പുകളിൽ നിന്ന് വ്യത്യസ്തമായാണ് അണലികൾ പ്രസവിക്കുന്നത്. ആദ്യം അണലികൾ മുട്ടകൾ ഉൽപ്പാദിപ്പിച്ച് അർദ്ധ വളർച്ച എത്തിച്ച ശേഷം ഈ മുട്ടകളെ ശരീരത്തിന്റെ മറ്റൊരു അറയിലേക്ക് സൂക്ഷിക്കുന്നു. അതിനുശേഷം മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം പ്രസവിക്കുകയാണ് പതിവ്. എന്തായാലും ഈ അതിഥികളെ നമുക്ക് ചാക്കിലാക്കി കെട്ടിവെച്ചതിന് ശേഷം എനിക്ക് 1-2 കാര്യം കൂടി നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ട്. 2 അതിഥികളെ ഒരപകടവും കൂടാതെ, നമുക്കും ഒരപകടവും കൂടാതെ പിടികൂടാൻ കഴിഞ്ഞു. ചാക്കിലാക്കി അവരെ നമ്മൾ കെട്ടി ഭദ്രമായിട്ട് മാറ്റിവെക്കും. എന്തായാലും നമ്മുടെ ആദ്യത്തെ ദൗത്യം കഴിഞ്ഞു. 2 അതിഥികൾ അണലി അഥവാ ചേനത്തണ്ടന്മാരെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിനെ പിടികൂടി നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഡിസ്പ്ലേ ചാനലിൽ കാണിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം 2 ചാക്കിലാക്കി. പക്ഷെ ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരുന്നപ്പോഴാണ്, അല്ലെങ്കിൽ ഈ സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ കിഷോർജിയോട് പറയുമായിരുന്നു. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ എൻ്റെ ഓർമ്മ ചെയ്യുന്ന ഒരു 5-6 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു പറമ്പിൽ ആ പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞിട്ട് ഒരുപാട് പേര് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, അതിനെ എയിം ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവർ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്ന് വളരെ സൂക്ഷ്മമായിട്ട് നോക്കുകയും അപ്പോൾ ആ പാമ്പിനവിടെ കാണാൻ കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ് ഞാൻ പോയി കാണുമെന്ന് അവർ പറഞ്ഞിട്ട്, അടുത്തൊക്കെ മാളങ്ങൾ പറഞ്ഞ് പോയി കാണുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത സ്ഥലത്ത് കാടിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തോ ഒരു സാധനം പെട്ടെന്ന് എൻ്റെ ഡ്രസ്സിലേക്ക്, അതേ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പാൻസിലേക്ക് കടിക്കുകയുണ്ട്. പാൻസിന്റെ മുട്ടിന്റെ താഴെ, വലത്തെ മുട്ടിന്റെ താഴെ കടിക്കേണ്ട. അന്ന് ജീൻസ് പാൻസ് ആയിരുന്നു. അന്ന് ഇന്നത്തെ പോലെ ഷൂ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. സിൽപ്പർ ചപ്പലാണ് ഉപയോഗിക്കുന്നത്, സിൽപ്പർ ചെരുപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഷൂവിലേക്ക് എന്തോ പെട്ടെന്ന് കടിച്ചിങ്ങനെ കുടയുന്നത് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അണലി കടിച്ചിട്ട് അതിന്റെ പല്ല് എൻ്റെ പാൻസിൽ ഉടക്കി എൻ്റെ കാലിന്റെ മുളങ്കാലിന്റെ ഭാഗത്ത്, അതായത് കാലിന്റെ മുട്ടിന്റെയും കാലിന്റെ പാദത്തിനും ഇടയ്ക്കുള്ള ഭാഗത്ത് മധ്യത്തായി കടിയേറ്റ് മുറിയുകയുണ്ടായി. പക്ഷെ അത് എന്ത് കാരണം കൊണ്ടാണെന്നില്ല, നന്നായിട്ട് മുറിയുകയും ഞാൻ അപ്പോഴും തന്നെ കാല് കുടഞ്ഞതിന് ശേഷം ആ അതിഥിയെ കടിച്ച ഭാഗം നന്നായിട്ട് ഞെക്കി ആ ബ്ലഡ് കളയുകയും അതിനുശേഷം ഞാൻ ആ അതിഥിയെ പിടികൂടി ചാക്കിലാക്കി. അവിടെ നിന്ന് ആൾക്കാരൊക്കെ കാണിച്ച് ചാക്കിലാക്കി. ഒരു മരുന്നും എടുത്തില്ല. പക്ഷേ മുറിഞ്ഞു, വെനം അകത്തേക്ക് കടന്നു പോയി. അതായത് ഞാൻ എപ്പോൾ പാമ്പ് കടിച്ച് മുറിവേറ്റാലും ഞാൻ അപ്പോൾ തന്നെ ബ്ലഡിനെ തൊട്ട് നാക്കിലേക്ക് വെക്കുന്നു. അപ്പോൾ ആ ബ്ലഡിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അറിയാൻ കഴിഞ്ഞു അണലിയുടെ കടിയേറ്റ് മുറിഞ്ഞ് ബ്ലഡിലേക്ക് വെനം കടന്നു പോയിരുന്നു. പക്ഷേ 2 ദിവസം ചെറിയ അസ്വസ്ഥത, ബോഡി പെയിനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. അങ്ങനെ ഒരുപാട് അശ്രദ്ധമായത്, ഞാൻ അത് അശ്രദ്ധമായി കൈകാര്യം ചെയ്തുകൊണ്ടാണ് ആ അപകടം എനിക്കുണ്ടായത്. കാരണം ഞാൻ അവർ പറഞ്ഞ സ്ഥലത്ത് നോക്കാതെ മറ്റ് ഒരു ഏരിയയിൽ ഇങ്ങനെ തുടർന്ന് നോക്കി വന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അവയെ തിരഞ്ഞു വന്നിരുന്നുവെങ്കിൽ എനിക്ക് അന്ന് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അത് അപകടം ഉണ്ടായെങ്കിലും ഒരിക്കൽ കൂടി എനിക്കൊരു കുറച്ചുകൂടി അലർട്ടാണല്ലോ, കുറച്ചുകൂടി ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു. അത് എനിക്ക് 5 വർഷമല്ല, പക്ഷേ 10 വർഷത്തിന് മേളിലായി എന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണ്. എന്തായാലും നമ്മൾ ഇതുപോലെ ഇവിടെ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് വന്നു തേടി അത് 2പേരെയും പിടികൂടി ചാക്കിലാക്കി. ഇനി നമുക്ക് ഒരുപാട് പുതിയ അതിഥികളെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ പരിചയപ്പെടുത്താനുണ്ട്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി, നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനുള്ള പുതിയ അതിഥിക്കായി യാത്ര ചെയ്യാം. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 938797944441.